ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. +1 ഫിസിക്സിലെ 12ാം അധ്യായമായ തെർമോഡൈനാമിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളാണുള്ളത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പ്രോസസ്സസ്, ഹീറ്റ് എൻജിൻസ് എന്നിവയാണ് 3 ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. തെർമോഡൈനാമിക്സ് എന്നാൽ ഹീറ്റ്, ടെമ്പറേച്ചർ, ഇന്റർകൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻറ്റു അതർ ഫോംസ് ഓഫ് എനർജി ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഭൗതിക ശാസ്ത്ര ശാഖയാണ്. ഇവിടെ ഏതാനും ഡെമോൺസ്ട്രേഷനുകൾ കാണിച്ചിട്ടുണ്ട്. ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യൂസ്ഫുൾ ഫോം ഓഫ് വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത്. നോക്കുക. ഇനി നമുക്ക് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്താണെന്നും ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്താണെന്നും മനസ്സിലാക്കാം. തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്നാൽ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളാണ്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, മാസ്, ഇന്റേണൽ എനർജി ഇവയെല്ലാമാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്നറിയപ്പെടുന്നത്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നാൽ തെർമോഡൈനാമിക് വേരിയബിൾസിനെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഉദാഹരണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = μRT. P പ്രഷർ, V വോളിയം, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, μ നമ്പർ ഓഫ് മോൾസ്, μ അല്ലെങ്കിൽ N എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് കാണുന്നതാണ്. തെർമോഡൈനാമിക് വേരിയബിൾസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്റൻസീവ് വേരിയബിൾസ് എന്നും എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്നും. ഇന്റൻസീവ് വേരിയബിൾസ് എന്നാൽ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വേരിയബിൾസിന് വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ അവയാണ് ഇന്റൻസീവ് വേരിയബിൾസ്. ഉദാഹരണം പ്രഷർ, ടെമ്പറേച്ചർ, ടെൻഷൻ എക്സെട്ര. ഓക്കെ. എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്നാൽ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയബിൾസിന്റെ വാല്യൂസും ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അത്തരം വാല്യൂസ് ആണ് extensive variables. The variables which are changed or for each part of the system when it is divided into 2 or more അവയാണ് extensive variables. ഇവിടെ ഇന്റൻസീവ് വേരിയബിൾസിന്റെയും എക്സ്റ്റൻസീവ് വേരിയബിൾസിന്റെയും ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരിക്കുന്നു. നോക്കുക. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ് ഇവയെല്ലാം എടുക്കുകയാണെങ്കിൽ പ്രഷറിന് ഇന്റൻസീവ് വേരിയബിൾ ആണ്, ടെമ്പറേച്ചർ ഇന്റൻസീവ് വേരിയബിൾ ആണ്. സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്താലും പ്രഷറിനും ടെമ്പറേച്ചറിനും വ്യത്യാസം വരുന്നില്ല. പക്ഷേ വോളിയം എന്നതും മാസ് എന്നതും എക്സ്റ്റൻസീവ് വേരിയബിൾ ആണ്. വോളിയം ഡിവൈഡ് ചെയ്താൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. മാസ് സിസ്റ്റത്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് മാസും സിസ്റ്റത്തിന്റെ വ്യത്യാസപ്പെടും. ഓക്കെ. അവയാണ് ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് വേരിയബിൾസ്. തെർമൽ ഇക്വിലിബ്രിയം എന്നാൽ എന്താണ്? 2 സിസ്റ്റങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എയും ബിയും. അവിടെയുള്ള വേരിയബിൾസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇവയാണ്. രണ്ടിലും ഗ്യാസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് എളുപ്പത്തിന് വിചാരിക്കാം. ഇപ്പോൾ വേരിയബിൾസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആണ്. ഈ 2 സിസ്റ്റങ്ങളും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഓക്കെ. 2 സിസ്റ്റങ്ങളും അഡിയബാറ്റിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അഡിയബാറ്റിക് വാൾ എന്ന് പറഞ്ഞാല് ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ അല്ലാത്ത വാളാണ് അഡിയബാറ്റിക് വാൾ. അഡിയബാറ്റിക് വാൾ ബിറ്റ്വീൻ 2 തെർമോഡൈനാമിക് സിസ്റ്റംസ് ഡസ് നോട്ട് അലൗ ഹീറ്റ് ഓർ മാറ്റർ ടു പാസ് അക്രോസ് ഇറ്റ്. ഈ 2 സിസ്റ്റങ്ങളിലെയും ഹീറ്റ് കണ്ടന്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ അനുവദിക്കാത്ത വാളാണ് അഡിയബാറ്റിക് വാൾ. ഇനി നമുക്ക് 2 മെറ്റൽ ബ്ലോക്കുകളുടെ തെർമൽ ഇക്വിലിബ്രിയം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ T1, T2 ടെമ്പറേച്ചറിലുള്ള 2 മെറ്റൽ ബ്ലോക്കുകൾ കൺസിഡർ ചെയ്യാം. T2 എന്ന ടെമ്പറേച്ചറിലുള്ള മെറ്റൽ ബ്ലോക്കിനെ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്ത് നന്നായി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം T1 ടെമ്പറേച്ചറിലുള്ള മെറ്റൽ ബ്ലോക്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക? ചൂട് കൂടുതലുള്ളതിൽ നിന്നും ചൂട് കുറഞ്ഞതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഏതുവരെ? രണ്ടിന്റെയും ടെമ്പറേച്ചർ സെയിം ആകുന്നത് വരെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ. സോ വി സേ heat transfer occurs when both are in thermal equilibrium with each other. നോക്കിക്കോളൂ. Out of the 2 metal blocks, one is heated and brought in contact with each other. Then what happens?
Heat transfers from hot body to the cold body till they reach in thermal equilibrium. രണ്ടിന്റെയും ടെമ്പറേച്ചർ സെയിം ആകുന്നത് വരെ ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, ടെമ്പറേച്ചർ സെയിം ആകുന്നത് വരെ. ഓക്കെ. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ 3 സിസ്റ്റങ്ങൾ കാണിച്ചിട്ടുണ്ട്, എ, ബി, സി. എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതായത് എയുടെയും സിയുടെയും ടെമ്പറേച്ചർ സെയിം ആണ്, ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എയും ബിയും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ്. The zeroth law of thermodynamics states that two systems in thermal equilibrium with a third are in thermal equilibrium with each other. Okay? ഒരു ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഹീറ്റ്, ഇന്റേണൽ എനർജി ആൻഡ് വർക്ക്, ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഊഷ്മാവും താപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഊഷ്മാവ് എന്നാൽ ടെമ്പറേച്ചർ, താപം എന്നാൽ ഹീറ്റ്, താപോർജം ഹീറ്റ് എനർജി. ഓക്കെ. ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം രണ്ടോ അതിലധികമോ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി. Heat is the form of energy transferred between two or more systems or systems and its surroundings by virtue of temperature difference. ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് ഹീറ്റ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഹീറ്റ് എനർജിയാണ്. ഓക്കെ. ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജി എന്നാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും തുകയാണ്. ഇനി നമുക്ക് ഒരു സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ഗ്യാസ് സിലിണ്ടറിൽ എടുത്തിരിക്കുന്നു, അതിനൊരു പിസ്റ്റൺ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവ എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും. അപ്പോഴേക്കും ആ കിട്ടുന്ന എനർജി എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടുത്തെ നമ്മുടെ ചക്രം കറക്കാനായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. വെൻ ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം, the system use part of its energy to increase the kinetic energy of the molecules and the remaining part to do external work. ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും മോളിക്യൂൾസിന്റെ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. അതുപോലെ എക്സ്പാൻഷന്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ. ഈ ചക്രത്തിനെ കറക്കുന്നതാണ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റ് പല ഫോം ഓഫ് യൂസ്ഫുൾ വർക്കായിട്ടും എക്സ്പാൻഷന്റെ സമയത്തുണ്ടാകുന്ന ഇന്റേണൽ എനർജിയെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഹീറ്റ്, ഇന്റേണൽ എനർജി, വർക്ക്, ഈ ഭാഗത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. The first law of thermodynamics states that the amount of heat given to a system is equal to the sum of the increases in internal energy of the system and the external work done. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാൻ, മറ്റൊന്ന് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ. ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഹീറ്റ് എനർജി പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ട് ആ ഇന്റേണൽ എനർജി പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. കൈനറ്റിക് എനർജി കൂടുന്നു, അതിന്റെ ഫലമായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാകുന്നു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ.
സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം അത് കാണപ്പെടുന്നത് കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു. ഇനി ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വർക്ക് എന്നാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫോഴ്സ് എന്നാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ ഇൻറ്റു ഏരിയ. പിന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വോളിയത്തിലുണ്ടാകുന്ന വ്യത്യാസം, എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്ത് ഗ്യാസ് പിസ്റ്റൺ മാറുന്നു എന്നുള്ളത്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. ദിസ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്നാൽ പ്രഷർ ഇൻറ്റു ഏരിയ. പിന്നെ ഡിസ്പ്ലേസ്മെന്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. പിസ്റ്റൺ എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ദിസ് ഇസ് first law of thermodynamics. The amount of heat energy given to the system delta Q is used to increase the internal energy of the gas molecules and for work done during expansion. Thermodynamics deals with the concept of heat and exchange of heat energy. ഇതിനെ ആധാരമാക്കിയുള്ള A part question. Which law of thermodynamics is used to explain the working of heat engine? ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. According to Kelvin Planck statement, no process is possible whose sole result is the absorption of heat from a reservoir and the complete conversion of heat into work. അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി മുഴുവനും വർക്കായിട്ട് മാറ്റുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്ന് പറയുന്നതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പ്രകാരം നോ പ്രോസസ് ഈസ് പോസിബിൾ whose sole result is the transfer of heat from a colder object to a hotter object. ഒരു കാരണവശാലും കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല എന്ന് പറയുന്നതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് ഇതിനെ ആധാരമാക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിക്കും. ബി പാർട്ട്. വാട്ട് ആർ ദി സിങ്ക്, സോഴ്സ് ആൻഡ് വർക്കിംഗ് സബ്സ്റ്റൻസസ് ഓഫ് എ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ? ഇപ്പൊ ഒരു റിവേഴ്സ് ഹീറ്റ് എഞ്ചിനാണ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ഹീറ്റ് എഞ്ചിനായിട്ടുള്ള റെഫ്രിജറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ്? അവ സോഴ്സും സിങ്കും വർക്കിംഗ് സബ്സ്റ്റൻസും തന്നെയാണ്. ഭാഗങ്ങളൊന്ന് വിശദീകരിക്കാം. The device used to cool a portion of the space inside a chamber is called a refrigerator. ഇതില് working substance absorbs a quantity of heat Q2 from the cold reservoir at temperature T2. Some external work is done on it and heat Q1 is supplied to the hot reservoir. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്റെ സി പാർട്ട് കാർനോട്ട്സ് എഞ്ചിനെ സംബന്ധിച്ചുള്ളതാണ്. ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, കാർനോട്ട് സൈക്കിള് വരയ്ക്കാനുണ്ട്, എഫിഷ്യൻസിയുടെ എക്സ്പ്രഷനും വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇവിടെ കാർനോട്ട് സൈക്കിൾ കാണിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കാർനോട്ട്സ് എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ കാർനോട്ട്സ് എഞ്ചിനെ കുറിച്ചാണ്.
കാർനോട്ട്സ് എഞ്ചിന്റെ പ്രവർത്തനം പഠിച്ചു മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ട് പ്രോസസ്സുകൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അവയാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്നാൽ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആ പ്രോസസ്സിനെ റീട്രേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. A process is said to be reversible if it can be retraced in the opposite direction so that it passes through exactly the same states in all respects as in the direct process. Direct process നടന്ന് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റി എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് ഇനിഷ്യൽ സ്റ്റേജിലേക്ക് വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുക. ചില കണ്ടീഷനുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് റിവേഴ്സിബിൾ പ്രോസസ് നടക്കാൻ. ഒന്നാമത്തെ കണ്ടീഷൻ, വളരെ പതുക്കെ ആയിരിക്കണം പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഓൾ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് മസ്റ്റ് occur infinitesimally slowly. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കംപ്രഷനോ എക്സ്പാൻഷനോ ഒക്കെ ഗ്യാസിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും റിവേഴ്സിബിൾ എന്നുള്ള കൺസെപ്റ്റ് ഓർക്കാൻ പോലും പറ്റില്ല. പക്ഷെ വളരെ പതുക്കെയാണ് പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് അടുത്തെത്താൻ പറ്റുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ, ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ള ഫ്രിക്ഷൻ, വിസ്കോസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എക്സെട്ര മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ആബ്സെന്റ്. നമുക്കറിയാം, ഒരു സർക്യൂട്ടിൽ കൂടി കറണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കറണ്ടിനെ പ്രതിരോധിച്ചുകൊണ്ട് സർക്യൂട്ട് ഓഫർ ചെയ്യുന്നതാണ്, കറണ്ട് ഫ്ലോയെ പ്രതിരോധിക്കുന്നതിനെയാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്രാവകത്തിന്റെ ഒഴുക്കിനെ പ്രതിരോധിക്കുന്നതാണ് ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒരു സാധനം, ഒരു വസ്തു നിരക്കി നീക്കുമ്പോ ആ മുന്നോട്ടുള്ള തള്ളലിനെ പ്രതിരോധിക്കുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആണ്. ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആയിട്ടുള്ളത് എല്ലാം എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിവേഴ്സിബിൾ പ്രോസസ്സ് സാധ്യമാവുകയുള്ളൂ. അത് നടക്കണ കാര്യമല്ല. ഡിസിപ്പേറ്റീവ് ഫോഴ്സസിനെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. മൂന്നാമത്തെ കണ്ടീഷൻ, ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം മസ്റ്റ് നെവർ ഡിഫർ അപ്രീഷ്യബിളി ഫ്രം ദ സറൗണ്ടിങ്സ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി പ്രോസസ്. ഇപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള പ്രഷറും ടെമ്പറേച്ചറും വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരേ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ തന്നെ ആയിരിക്കണം റിവേഴ്സിബിൾ പ്രോസസ് റീട്രേസ് ചെയ്യുമ്പോഴും സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു പ്രോസസ്സിനെ റീട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ. An infinitesimally slow compression and expansion of an ideal gas at constant temperature. ഒരു ഐഡിയൽ ഗ്യാസിനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള എക്സ്പാൻഷനോ കംപ്രഷനോ കൺസിഡർ ചെയ്യുക. അതാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളൊരു ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണ്. അതിന്റെ വാൾസ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് വാൾസ് ആണ്. അതുപോലെ പിസ്റ്റൺ, ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് വളരെ സ്ലോലി ആണെന്ന് വിചാരിക്കുക. അപ്പോ എന്ത് സംഭവിക്കും? വോളിയം ഓഫ് ദി ഗ്യാസ് ഡിക്രീസ് ചെയ്യും, ഐസോതെർമലായിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോ എന്താ? ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ബിക്കോസ് ദ ഹീറ്റ് ഈസ് കണ്ടിന്യൂസ്ലി rejected by the gas to the surroundings. ഇപ്പൊ ഡയോതെർമിക് വാൾസ് ആയതുകൊണ്ട് ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഹീറ്റ് തുടർച്ചയായി സറൗണ്ടിങ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി
പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യുക. പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് ദി ഗ്യാസ് വിൽ ഇൻക്രീസ് ഐസോതെർമലി. ഓക്കെ, അപ്പൊ അവിടെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ സാധിക്കും. എന്താന്ന് വെച്ചാൽ ഗ്യാസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത്. പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ് എക്സ്പാൻഷനും കംപ്രഷനും സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദ എക്സ്പാൻഷൻ ഓഫ് ദ പിസ്റ്റൺ കൂളിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് and during compression heat is produced in it. So it is more or less a reversible process. Okay, and infinitesimally slow compression and expansion of an ideal gas at constant temperature is an example for a reversible process. Okay, ഇത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു എ കംപ്ലീറ്റ് റിവേഴ്സിബിൾ പ്രോസസ് ഈസ് ഓൺലി ആൻ ഐഡിയൽ കേസ്. എല്ലായ്പ്പോഴും ഡിസിപ്പേറ്റീവ് ഫോഴ്സസ്, ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ആയിരിക്കും. വിസ്കോസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രോസസ്സിനെ റീട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇനി നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താണെന്ന് നോക്കാം. എ പ്രോസസ് ഈസ് സെഡ് ടു ബി ഇറിവേഴ്സിബിൾ ഇഫ് ഇറ്റ് കനോട്ട് ബി റീട്രേസ്ഡ് ബാക്ക് എക്സാക്ട്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. പ്രകൃതിയിൽ കാണുന്ന ഒരുവിധം പ്രോസസ്സുകളെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. വന്ന വഴിയെ കൂടി തിരിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സുകളാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്നുള്ളത്. ഓക്കെ, എനി പ്രോസസ് വിച്ച് കനോട്ട് ബി റീട്രേസ്ഡ് ഇൻ ദി റിവേഴ്സ് ഡിറക്ഷൻ എക്സാക്ട്ലി is called an irreversible process. Okay, പ്രകൃതിയിലെ രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ. When current flows through the wire, heat is produced and the same effect is repeated when the direction of current changes. അപ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ് അല്ല. കുറെ എനർജി ഹീറ്റായിട്ട് വേസ്റ്റ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇനി ഒരു വസ്തുവിനെ നിരക്കി നീക്കുമ്പോഴേക്കും നമുക്കറിയാം അവിടെ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും എന്താണ് മൂവ്മെന്റ് എന്ന് പറയുന്നതും ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതോ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതോ, സഡൻ എക്സ്പാൻഷൻ ഓഫ് ഓർ കംപ്രഷൻ ഓഫ് എ ഗ്യാസ്, ഇതെല്ലാം പറയുമ്പോൾ ഇവയൊക്കെ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സഡൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിൾസ് ആണ്. Next, let us discuss what is a Carnot's engine. Carnot's engine എന്നാൽ ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണ്. A reversible heat engine operating between two temperatures is called a Carnot's engine. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു പ്രാക്ടിക്കൽ കേസ് അല്ല. ഓൺലി an ഐഡിയൽ കൺസെപ്റ്റ്, എ Carnot's engine. ഇതിൽ കാർനോട്ട്സ് എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളത് സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇൻസുലേറ്റർ, സിങ്ക് ഇവയെല്ലാമാണ്. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷന് വിധേയമാവുന്നുണ്ട്. രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളും രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളും രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുകളും നടക്കുന്ന ഒരു സൈക്കിളിനെയാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കാർനോട്ട്സ് എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഒരു സോഴ്സ്, ഒരു സിങ്ക്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്, പിന്നെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നു ഹീറ്റ് എഞ്ചിൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ. ആദ്യം തന്നെ
എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ, ഐഡിയൽ ഗ്യാസ് സിലിണ്ടർ സോഴ്സിൽ വെക്കുകയാണ്. അപ്പൊ സോഴ്സിൽ വെക്കുമ്പോഴേക്കും ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ സ്റ്റേറ്റ് 1ൽ നിന്നും സ്റ്റേറ്റ് 2ലേക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നു. അതായത് പ്രഷറും വോളിയവും വ്യത്യാസപ്പെടുന്നുണ്ട്, പക്ഷെ ടെമ്പറേച്ചർ T1ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി ഗ്യാസ് ഫ്രം സ്റ്റേറ്റ് P1 V1 T1 to P2 V2 T1. ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നില്ല. Place the cylinder on the source so that the gas acquires the temperature T1 of the source. അതിനുശേഷം എന്ത് സംഭവിക്കും? The gas is allowed to expand by slow outward motion of the piston. Piston മുകളിലേക്ക് മൂവ് ചെയ്യും. The temperature of the gas falls. As the gas absorbs the required amount of heat from the source, it expands isothermally. Isothermal expansion ആണ് നടക്കുന്നത്. Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. W1 വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ P1 V1 T1ൽ നിന്നും P2 V2 T1ലേക്ക് വരുമ്പോഴുള്ള വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ W12, 1 സ്റ്റേറ്റിൽ നിന്ന് 2 സ്റ്റേറ്റിലേക്ക്. ഓക്കെ, അതാണ് W12. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ μR T1 ഇൻറ്റു log V2 ബൈ V1. അപ്പോൾ നമ്മുടെ ഐസോതെർമൽ പ്രോസസ് നടക്കുമ്പോഴുള്ള വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, സ്റ്റേറ്റ് 1ൽ നിന്നും 2ലേക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 2ൽ നിന്ന് 3ലേക്ക് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. The gas is now placed on the insulating stand and is allowed to expand slowly till its temperature falls to T2. Temperature T1, high temperature T1ൽ നിന്ന് low temperature T2ലേക്ക് കുറയുന്നത് വരെ gas is allowed to expand. അന്നേരമുള്ള വർക്ക് ഡൺ W23 ആണെന്ന് വിചാരിക്കുക. Then that is given by μR into T1 minus T2 divided by gamma minus 1. Okay. രണ്ട് പ്രോസസ്സുകൾ കഴിഞ്ഞു. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനിയുള്ളത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ടെമ്പറേച്ചർ ഇപ്പോഴുള്ള T2ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. The gas is now placed in thermal contact with the sink at temperature T2. ഇനി ഗ്യാസിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസിലി ഫ്ലോസ് ടു ദി സിങ്ക്. The gas is slowly compressed so that as heat is produced, it easily flows to the sink. ടെമ്പറേച്ചർ T2ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, ഐസോതെർമൽ കംപ്രഷനുള്ള വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ W34. സ്റ്റേറ്റ് 3ൽ നിന്നും 4ലേക്കാണ് വരുന്നത്. ഐസോതെർമൽ കംപ്രഷനിലെ വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻ W34 ഈക്വൽ ടു μR T2 ഇൻറ്റു log V3 ഡിവൈഡഡ് ബൈ V4. നമ്മുടെ നാച്ചുറൽ ലോഗരിതമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി പറയാനുള്ളത് നാലാമത്തെ പ്രോസസ്സാണ്. സ്റ്റേറ്റ് 4ൽ നിന്നും സ്റ്റേറ്റ് 1ലേക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ എത്തുന്നതാണ്. അതാണ് നമ്മുടെ അഡിയബാറ്റിക് കംപ്രഷൻ. The cylinder is again placed on the insulating stand. The gas is further compressed slowly
till it returns to the initial state P1, V1, T1. അതായത് P4, V4, T2 എന്ന അവസ്ഥയിൽ നിന്നും ഗ്യാസിനെ കംപ്രസ് ചെയ്ത് P1, V1, T1 എന്ന പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, പ്രഷറും വോളിയമും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ എനർജി മാത്രമാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ദ ഫോർത്ത് സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള വർക്ക് ഡൺ W41 ഈസ് ഗിവൺ ബൈ μr ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇനി നമുക്ക് നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പെർ സൈക്കിൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ? വർക്ക് ഡൺ ഏതെല്ലാമാണ്? W12, W23, W34, W41. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഏതെല്ലാമാണ്? W12 ആൻഡ് W23. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഏതെല്ലാമാണ്? W34 ആൻഡ് W41. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പോസിറ്റീവ് ആയിട്ടും വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കുന്നത്. അപ്പോ നെറ്റ് വർക്ക് ഡൺ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ W ഈക്വൽ ടു W12 പ്ലസ് W23 മൈനസ് W34 മൈനസ് W41. ആരോ മാർക്ക് നോക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാവും. W12 ആൻഡ് W23 പോസിറ്റീവ് ഡിറക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് W34ന്റെയും W41ന്റെയും ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അവ രണ്ടും നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ നാലാമത്തെ ടേംസ് ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് W ഈക്വൽ ടു μr T1 ഇൻറ്റു ലോഗ് V2 ബൈ V1 മൈനസ് μr T2 ലോഗ് V3 ബൈ V4 എന്നായിരിക്കും. ഇക്വേഷൻ എ എന്നതിന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 4 പോയിന്റ്സ് മാർക്ക് ചെയ്യാനുണ്ട്. ഏതെല്ലാമാണ് 4 പോയിന്റ്സ് എന്നറിയോ? P1, V1, T1 എന്നുള്ള പോയിന്റിനെ ക്യാപിറ്റൽ എ എന്ന് മാർക്ക് ചെയ്യുക. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് P1, V1, T1. ബിയുടെ കോർഡിനേറ്റ്സ് P2, V2, T1. മൂന്നാമത്തത് സിയുടെ കോർഡിനേറ്റ്സ് P3, V3, T2. ഡിയുടെ കോർഡിനേറ്റ്സ് P4, V4, T2. ഓക്കെ, അപ്പൊ ഇവിടെ ഒരേ അഡിയബാറ്റിക്കിൽ കിടക്കുന്ന, അതായത് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോഴുള്ള 2 പോയിന്റ്സ് ആണ് ഇതെല്ലാം, എയും ഡിയും അല്ലെ. P1, V1, T1, P4, V4, T2. അതാണ് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുന്നത്. ഓക്കെ, P4, V4, T2ൽ നിന്നും P1, V1, T1ലേക്കാണ് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുന്നത്. അഡിയബാറ്റിക് കംപ്രഷന് ടെമ്പറേച്ചറിന്റെയും വോളിയത്തിന്റെയും ടേംസിലുള്ള ഇക്വേഷൻ അറിയണം. നമുക്ക് പ്രഷറിന്റെയും വോളിയത്തിന്റെയും ടേംസിലുള്ള അഡിയബാറ്റിക് റിലേഷൻ അറിയാം. PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അത് തന്നെ PV ഈക്വൽ ടു RT, 1 മോൾ ഓഫ് അൻ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ടെമ്പറേച്ചറിലും വോളിയത്തിലും വേണമെങ്കിൽ എഴുതാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ പ്രഷറിലും ടെമ്പറേച്ചറിലും എഴുതാൻ പറ്റും. നമുക്കിപ്പോ ഇവിടെ വേണ്ടത് ടെമ്പറേച്ചറിലും വോളിയത്തിലുമുള്ള അഡിയബാറ്റിക് റിലേഷൻ ആണ്. അഡിയബാറ്റിക് റിലേഷൻ ഫോർ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഈസ് T ഇൻറ്റു V റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ്. ടെമ്പറേച്ചർ ഇൻറ്റു വോളിയം റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പോ ആ ഇക്വേഷൻ ആണ് എ എന്ന പോയിന്റിനും ഡി എന്ന പോയിന്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ സിൻസ് the points A and D lie on the same adiabatic compression, we have T1, V1 raised to gamma minus 1. V1-നാണ് gamma minus 1 പവർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ T2, V4 raised to gamma minus 1. V4ന്റെ പവർ ആയിട്ടാണ് ഗാമ മൈനസ് 1 കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ കിട്ടുന്നത് T2 ബൈ T1 ഈക്വൽ ടു V1 ബൈ V4 പവർ ആയിട്ട് വേണം ഗാമ മൈനസ് 1 കൊടുക്കാൻ. ഓക്കെ, ഇൻറ്റു എന്നല്ല, V1 ബൈ V4
റേസ് ടു ഗാമ മൈനസ് 1. V1/V4 പവർ ആയിട്ട് ഗാമ മൈനസ് 1 കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ബി ആൻഡ് സി പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? P2 V2 T1ൽ നിന്നും P3 V3 T2യിലേക്കാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. ആ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്ന ഭാഗത്ത് നമ്മള് ടെമ്പറേച്ചറിലും വോളിയത്തിലുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? T1 V2 raised to gamma minus 1 equal to T2 V3 raised to gamma minus 1. നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം നോട്ട്സ് എഴുതാൻ. ഇത് അങ്ങനെ തന്നെ പകർത്തി വെക്കരുത്, പലപ്പോഴും മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഇത് പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവര് എഴുതിയാൽ മതി. അല്ലാത്തവർക്ക് ഈ പ്രോസസ്സസ് എഴുതി ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവര് കാര്യം ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോ ബി ആൻഡ് സിയിലെ അഡിയബാറ്റിക് എക്സ്പാൻഷന്റെ ഇക്വേഷൻ ആണ് എഴുതാനുള്ളത്. T1 into V2 raised to gamma minus 1 equal to T2 into V3 raised to gamma minus 1. അത് T2/T1 എഴുതുമ്പോ എന്താ കിട്ടുക? T2/T1 equal to V2/V3 the whole raised to gamma minus 1 എന്ന് കിട്ടുന്നതായിരിക്കും. ഇക്വേഷൻ ബി ആൻഡ് ഇക്വേഷൻ സി നോക്കുക. LHS രണ്ടിന്റെ സെയിം ആണ്, അതുകൊണ്ട് RHS ഇക്വേറ്റ് ചെയ്യാം. V1/V4 the whole raised to gamma minus 1 equal to V2/V3 the whole raised to gamma minus 1 എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? V2/V1 equal to V3/V4 എന്നായിരിക്കും. ഓക്കെ, ഇനി ഇക്വേഷൻ എയിലേക്ക് വരാം. ഇക്വേഷൻ എ എന്നാൽ വർക്ക് ഡണിനുള്ള എക്സ്പ്രഷൻ ആണ്. That is mu r T1 log V2/V1 minus mu r T2 log V3/V4. Okay, V3/V4 എന്ന് പറയുന്നത് V2/V1 തന്നെ ആകുമ്പോൾ എക്സ്പ്രഷൻ എന്താകും? mu r T1 log V2/V1 minus mu r T2 log V2/V1 എന്നായിരിക്കും. ഫസ്റ്റ് ടേം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. സെക്കൻഡ് ടേം എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇക്വേഷൻ എ എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. Q1 ഈസ് mu r T1 log V2/V1. Q2 ഈസ് mu r T2 log V2/V1. എന്തുകൊണ്ടാണ്? V3/V4 എന്ന് പറഞ്ഞാൽ V2/V1 തന്നെ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ ഈറ്റ ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q1 എന്നാണ്. എങ്ങനെയാണ് W ഡിവൈഡഡ് ബൈ Q1 എന്ന് പറയുക? എഫിഷ്യൻസി, ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൽ എത്രത്തോളം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈറ്റ ഈക്വൽ ടു ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ് ഫ്രം ദി സോഴ്സ്. Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, Q2നെ വർക്കായി കൺവേർട്ട് ചെയ്തു. സോ ദ നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഈസ് Q1 മൈനസ് Q2. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ എക്സ്പ്രഷൻ. 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഹീറ്റ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് എത്രയായിരിക്കും? RT1 log V2/V1 മൈനസ് RT2 log V2/V1 ആയിരിക്കും. ഇത് ഏതാണ്? ഇക്വേഷൻ എ ആണ്. ഇക്വേഷൻ എ 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിന് എഴുതുന്നതാണ് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ഡിനോമിനേറ്ററിൽ ഉള്ളത് ഏതാ? Q1. Q1 is RT1 log V2/V1 for 1 mole of an ideal gas. Okay, ഇതില് R into log V2/V1 ക്യാൻസൽ ആയി പോകും. എല്ലാ ടേംസിലും ഉണ്ട്. അത് ക്യാൻസൽ ആവുമ്പോൾ പിന്നെ എഫിഷ്യൻസി കിട്ടുക T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 എന്നായിരിക്കും, അല്ലെങ്കിൽ 1 മൈനസ് T2 ബൈ T1 എന്നായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്?
The efficiency of a Carnot engine depends upon the temperatures of the source and the sink, but it does not depend on the nature of the working substance. ആകെ എക്സ്പ്രഷനിൽ T1 T2 മാത്രമേ ഉള്ളൂ. T1 minus T2 divided by T1 അല്ലെങ്കിൽ 1 minus T2 by T1 മാത്രമേ ഉള്ളൂ. സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ മാത്രമേ വരുന്നുള്ളൂ. വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാണെന്നുള്ളതൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട്സ് എഞ്ചിൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന്. ഓക്കെ, ഇനി കാർനോട്ട്സ് എഞ്ചിന്റെ ഒരു ഐഡിയൽ എഞ്ചിനാന്ന് നമ്മൾ പറഞ്ഞു. കാർനോട്ട് എഞ്ചിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ എ കാർനോട്ട് എഞ്ചിൻ ബി റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ്? എന്താണ് കാർനോട്ട്സ് എഞ്ചിന്റെ നോൺ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കാർനോട്ട് എഞ്ചിനെ റിയലൈസ് ചെയ്യാൻ പറ്റാത്തത്? കാർനോട്ട് എഞ്ചിൻ ഒരു ഐഡിയൽ എഞ്ചിനാണ്. ഇറ്റ് കനോട്ട് ബി റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ്. പല കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിയലൈസ് ദ സോഴ്സ് ആൻഡ് സിങ്ക് ഓഫ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. ഇവയ്ക്ക് തെർമൽ കപ്പാസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കണം. അത് റിയൽ കേസിൽ പ്രാക്ടീസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ റീസൺ, ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഷുഡ് ബി ആൻ ഐഡിയൽ ഗ്യാസ്, ബട്ട് നോ റിയൽ ഗ്യാസ് ഫുൾഫിൽസ് ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഓക്കെ, നമ്മള് PV ഈക്വൽ ടു RT എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഇക്വേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തത്. ഒരു റിയൽ ഗ്യാസും ഈ PV ഈക്വൽ ടു RT എന്നുള്ള ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കാർനോട്ട്സ് എഞ്ചിനെ പ്രാക്ടിക്കലായിട്ട് റിയലൈസ് ചെയ്യുക അസാധ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആയിരിക്കണം. പക്ഷെ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഒരു ഐഡിയൽ കേസാണ്. റിയൽ ആയിട്ട് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. ഇനിയൊരു റീസൺ പറയുന്നത് റിവേഴ്സിബിലിറ്റി കണ്ടീഷൻ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെന്ന്. റിവേഴ്സിബിൾ അല്ലെ, തുടങ്ങിയെടുത്ത് തന്നെയാണ് ഈ കർവ് വന്ന് നിൽക്കുന്നത്. പട്ടം പോലുള്ള കർവ് തുടങ്ങിയെടുത്ത് തന്നെയാണ് വന്നിരുന്നത്. അതൊരു ക്ലോസ്ഡ് കർവാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ റിവേഴ്സിബിൾ സൈക്കിളാണ്. റിവേഴ്സിബിൾ സൈക്കിൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു attain the conditions of reversibility because the processes of expansion and compression have to be carried out very slowly. വളരെ സ്ലോ ആയിട്ട് എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ ക്യാരി ഔട്ട് ചെയ്ത് റിവേഴ്സിബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 എക്സ്പാൻഷൻസും ഉണ്ട്, 2 കംപ്രഷൻസും ഉണ്ട്. P1 V1 T1 ൽ നിന്നും P2 V2 T3യിലേക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ കംപ്രഷന് എവിടുന്ന P3 V3 T2 ൽ നിന്നും P4 V4 T2യിലേക്ക് ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്. എക്സ്പാൻഷൻസ് ഏതൊക്കെയാ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ P2 V2 T1 ൽ നിന്നും P3 V3 T2യിലേക്കാണ്. അതുപോലെ അഡിയബാറ്റിക് കംപ്രഷൻ വരുന്നത് P4 V4 T2ൽ നിന്നും P1 V1 T1ലേക്കാണ്. അപ്പോ P4 ൽ നിന്നും V4 ൽ നിന്നും T2ൽ നിന്നും തുടങ്ങിയ സ്റ്റേറ്റ് ആയ P1 V1 T1ലേക്ക് തന്നെ എത്തണം. ഈ എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ ഐഡിയൽ കേസിൽ വളരെ സ്ലോ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു റിയൽ എഞ്ചിൻ അല്ല, ഇതൊരു ഐഡിയൽ കേസ് മാത്രമാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇതിന്റെ നോൺ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കാർനോട്ട്സ് എഞ്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ട് വിച്ച് തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഐസോഎൻട്രോപിക് പ്രോസസ്. ആൻസർ അഡിയബാറ്റിക് പ്രോസസ് എന്നാണ്. ഐസോഎൻട്രോപിക് പ്രോസസ് എന്താന്ന് പറയാം. ഐസോഎൻട്രോപിക് പ്രോസസ് ഈസ് ആൻ ഐഡിയലൈസ്ഡ് തെർമോഡൈനാമിക് പ്രോസസ് which is both adiabatic and reversible. The work transfers of the system
are frictionless, that is there is no transfer of heat or matter. ഹീറ്റും മാറ്ററും ട്രാൻസ്ഫർ ചെയ്യുന്നില്ലാത്ത ഐഡിയലൈസ്ഡ് തെർമോഡൈനാമിക് പ്രോസസ് ആണ് ഐസോ എൻട്രോപ്പിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ ദർ ഈസ് നോ ഹീറ്റ് ലോസ് ഓർ ഗെയിൻ ഡ്യൂറിംഗ് ദി കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഐസോ എൻട്രോപ്പിക് പ്രോസസ്സിനെ ഐഡിയലൈസ്ഡ് കൺസെപ്റ്റ് ആയിട്ട് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ പ്രോബ്ലം, ബി പാർട്ട്. നോക്കിക്കോളൂ. The efficiency of a Carnot's engine is 1/6. If on reducing the temperature of the sink by 65 Kelvin, not degree Celsius, Kelvin, its efficiency becomes 1/3. Find the temperature of the sink and the source. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലം ആണിത്. ഈറ്റ ആണ് എഫിഷ്യൻസിക്കുള്ള സിമ്പിൾ. ഈറ്റ ഈക്വൽ ടു 1/6 എന്നാണ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് 1 - T2/T1. T1 എന്ന് വെച്ചാൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്, T2 സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സിങ്കിന്റെ ടെമ്പറേച്ചർ 65 കെൽവിൻ ആയിട്ട് കുറയ്ക്കുവാണ്. ഓക്കെ, T2 - 65 ആണ് പുതിയ സിങ്കിന്റെ ടെമ്പറേച്ചർ. അത് T2' ആണെന്നിരിക്കട്ടെ. അപ്പോൾ T2' ഈക്വൽ ടു T2 - 65 ആണ്. അങ്ങനെ T2' T2 - 65 ആക്കുമ്പം എഫിഷ്യൻസി എത്രയാവുമെന്നാ പറഞ്ഞേക്കണേ? 1/3 ആവുമെന്നാ പറഞ്ഞേക്കണേ. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയാണ്, 1/6ന്റെ ഇരട്ടിയാണ് 1/3. അങ്ങനെയാണെങ്കിൽ സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കിത് ഈറ്റ ഈക്വൽ ടു 1 - T2/T1 എന്ന എക്സ്പ്രഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈറ്റ ഈക്വൽ ടു 1 - T2/T1. സോ ഈറ്റയുടെ വാല്യൂ 1/6 ആണ്. 1/6 ഈക്വൽ ടു 1 - T2/T1 or T2/T1 equal to 1 - 1/6 equal to 5/6 or T1 equal to 6/5 T2 which is 1.2 T2. അപ്പോ T1 ഉം T2 തമ്മിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. T1 equal to 1.2 T2. ഇനി എന്താ പറയുന്നത്? ഇനി സിങ്കിന്റെ ടെമ്പറേച്ചർ 65 കെൽവിൻ ആയിട്ട് കുറയ്ക്കുവാണ്. അപ്പൊ എഫിഷ്യൻസി ഡബിൾ ആവുമെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് T1 ഉം T2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തെടുക്കണം. വി ഹാവ് T2' ഈക്വൽ ടു T2 - 65. T2 - 65 ആയിട്ട് സിങ്കിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴുള്ള ന്യൂ എഫിഷ്യൻസി ആണ് ഈറ്റ'. അത് 1/3 ആണ്. സോ ഈറ്റ' ഈക്വൽ ടു 1 - T2' ഡിവൈഡഡ് ബൈ T1. ഓക്കെ, സോ 1/3 ഈക്വൽ ടു 1 - T2 - 65 ബൈ T1. ഇതിൽ നിന്നും T1ന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും T1 ഈക്വൽ ടു 1.5 ഇൻറ്റു T2 - 65 എന്ന്. ഓക്കെ, ആദ്യം കിട്ടിയ ഇക്വേഷൻ ഏതായിരുന്നു? T1 ഈക്വൽ ടു 1.2 T2 എന്നാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1.2 T2 ഈക്വൽ ടു 1.5 T2 മൈനസ് 1.5 ഇൻറ്റു 65 എന്ന് കിട്ടും. T2ന് സോൾവ് ചെയ്യുമ്പോൾ 325 കെൽവിൻ എന്ന് കിട്ടുന്നതായിരിക്കും. T1ന്റെ വാല്യൂ 1.2 T2 ആണ്. സോ T1 ഉം T2 ഉം കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? T1 390 കെൽവിനും T2 325 കെൽവിനും. ഓക്കെ, ഇനി തേർഡ് പാർട്ടിലേക്ക് പോകാം. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ ഡ്യൂറിംഗ് ദി അഡിയബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ ഡ്യൂറിംഗ് ദി അഡിയബാറ്റിക് പ്രോസസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യണം. സോ അതിനി ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ,
ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഫോക്കസ് ഏരിയ ടോപ്പിക്സ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. +1 ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.